വിഷമിക്കണ്ട, ആരും പേടിക്കണ്ട. ഇതിലപ്പുറത്തുള്ളതും നമ്മൾ ഇടും. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ അവരെയും പേടിച്ചിട്ടല്ല ഇരിക്കുന്നത്. പിന്നെ നമ്മള് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവര് ജിൻഡോ ചേട്ടൻ നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് പറയോ? ജിൻഡോ അവിടെ വീണ് കാലും കൈയൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്നേ പറയുള്ളൂ. മരിച്ചോണെന്നല്ലല്ലോ പറഞ്ഞത്. അതൊരു വിഷയമൊന്നല്ല. അങ്ങനെയാണെങ്കിൽ ജാസ്മിനെ കൊണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണ് എന്നുള്ള ഒരു ഇതുവരും വെക്കാതെ. അവിടെ അവർക്ക് ഇഷ്ടമുള്ള അവരെടുത്തോട്ടെ. എങ്ങനെയൊക്കെ ഫാൻസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നില്ലേ, ചെയ്യട്ടെ. പിന്നെ അവർ പറഞ്ഞ ആ ഭാഷ, അതൊന്നും നമുക്ക് വശയില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ ഈ ജീവിതത്തിൽ എന്തായാലും പറ്റില്ല. ആ കൾച്ചർ നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അവർ പറഞ്ഞേക്കുന്ന ഭാഷ എന്തായാലും ആ കൾച്ചർ നമുക്കില്ലെന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര കൾച്ചറുള്ള മഹാവ്യക്തിയാണ് പറഞ്ഞത്. കാലൊടിയട്ടെ, വീണ് കാലൊടിയിട്ടെന്ന് ഇനിയും പറയും. കാര്യം ഇതൊന്നും വലിയ തെറ്റല്ലല്ലോ. ഇവക്കൊന്നും ഒരു ബോധമില്ല. അവളൊക്കെ സംസാരം കേൾക്കുമ്പോഴേ അറിയാം. കാര്യം ഇതെല്ലാം ഒരേ രീതിയിൽ കണക്റ്റഡ് ആവുന്ന ടീമുകളാണ്. മനസ്സിലായല്ലേ? കാര്യം ജാസ്മിനെ സ്നേഹിക്കുന്ന ഫാൻസുകാർ ജാസ്മിനുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് അവരും ഈ ബേസിക്കലി സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യം. അങ്ങനെ തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതിനൊക്കെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ വേണ്ട. ജാസ്മിനെ നമ്മളാരും മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ലൈഫ് തകർക്കാനോ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ട്. ഇതെല്ലാം അത്യാവശ്യം ബോധമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരിക്കലും പേഴ്സണൽ ജീവിതം തകർക്കാനായിട്ടുള്ള ഒരു പരിപാടി ആരും ചെയ്തിട്ടില്ല. അവള് ചെയ്യുന്ന കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ബിഗ് ബോസിലോട്ട് പോണത്? ഇവിടെ കണ്ടന്റ് ആണ് മെയിൻ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ചെന്ന് കാണിക്കുന്നത് പുറത്ത് വരുമ്പം അത് ചർച്ചയാവുകയും അതിൻ്റെ റിവ്യൂവേഴ്സ് എടുത്ത് വെച്ച് പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂവേഴ്സിൻ്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല. അവൾ കാണിക്കുന്ന കാര്യങ്ങൾ നീയൊക്കെ ഇനിയെങ്കിലും കണ്ട് മനസ്സിലാക്ക്. അവൾ കാണിക്കുന്ന വെറും ഡ്രാമയാണെന്ന്. അല്ലാതെ അവളുടെ പിഞ്ച് പൈതലാണ്, അവൾ കാണിക്കുന്നത് മൊത്തം ഭയങ്കര പുണ്യപ്രവൃത്തിയാണെന്നുള്ള ഡയലോഗ് ഒന്ന് അടിയാൻ നിന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ വേറെ ഒരുത്തന്മാരുടെ വീഡിയോയ്ക്കകത്തൊക്കെ വന്നിരുന്നത് ഭയങ്കര പുരോഗമന രീതിയിലൊക്കെ പറയുന്നത്. കൊച്ചു കുഞ്ഞാണ്, അവൾക്ക് ഇനിയും ജീവിതമുണ്ട്, ഈ മഞ്ഞപ്പത്രക്കാരെ പോലെ വന്ന് ഓരോരുത്തർ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ അവനെ ഒന്നും വിവരമില്ല. അത്രേ ഉള്ളൂ. അവൻ്റെയൊക്കെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ അതൊരു ഭയങ്കര സംഭവമായിട്ട് അവൻ കൈയടിക്കുന്ന ആൾക്കാരതൊക്കെ. അപ്പൊ അതുകൊണ്ട് നീയൊക്കെ ഇത്രയും മണ്ടത്തരങ്ങൾ കണ്ടിട്ട് വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുക. എന്നിട്ട് പറ്റുവാണെങ്കിൽ അവൾക്ക് ആ കപ്പും കൂടെ അടുപ്പിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവളെ പുറത്തിറക്കാൻ നോക്കുക. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.